ശ്രീമാൻ അരവിന്ദ് കെജ്രിവാൾ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയത് എന്താണ്? ഡൽഹി ഞങ്ങൾ സുതാര്യമായിട്ട് ഭരിക്കുന്നു, ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നില്ല, ഞങ്ങൾ പണക്കാരുടെ ആളുകളല്ല, ഞങ്ങൾ സാധാരണക്കാരുടെ ആളുകളാണ് എന്ന് പറയുകയും നമുക്ക് ഫെഡറൽ സംവിധാനം പോലും വേണ്ട എന്ന് പറയുകയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സംവിധാനങ്ങളൊന്നും വേണ്ട എന്ന് പറയുകയും ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പല മന്ത്രിമാരും അദ്ദേഹവുമായി രഹസ്യമായി ചേർന്ന് നിന്നുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ തീവട്ടി കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യത്തിലൂടെ അത് മുഖ്യമന്ത്രിയല്ല, ഏതൊരു കേന്ദ്രമന്ത്രിയാവട്ടെ, ഏത് രാഷ്ട്രീയ നേതാവായിട്ട് ആവട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഇനി ഒരു ചെറിയ കെജ്രിവാൾ കൂടി ആലപ്പുഴയിൽ നിന്ന് അകത്ത് പോകാനുണ്ട്. എന്തായാലും ഘട്ടം ഘട്ടമായി അദ്ദേഹത്തിൻ്റെ രേഖകൾ അതെല്ലാം തന്നെ സമാഹരിച്ചുകൊണ്ട് ദേശീയ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശ്രീമാൻ കേസിക്കും മറ്റൊരു കെജ്രിവാൾ ആകേണ്ടി വരും എന്നുള്ള ആ ഒരു സത്യം കൂടി ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, തെറ്റ് ചെയ്തവരെ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം ശിക്ഷിക്കുന്നുള്ളൂ. തെറ്റ് ചെയ്യാത്തവരെ ഏതെങ്കിലും ഒരു ഭരണകൂടം ശിക്ഷിച്ചാൽ ആ ഭരണകൂടത്തിനെതിരായിട്ട് പ്രതികരിക്കാൻ ശക്തി ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകും. എന്തുകൊണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയെ സ്വീകരിച്ചു? എന്തുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയെ സ്വീകരിച്ചു? നരേന്ദ്രമോദി എടുക്കുന്ന തീരുമാനങ്ങളെ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത്? അപ്പൊ അതിനർത്ഥം കെജ്രിവാൾ പറഞ്ഞ കാര്യങ്ങളല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിഴൽ പോലും സത്യമായിരിക്കണം എന്ന് പറയുന്ന ഒരു ഭരണം നടക്കുമ്പോൾ എല്ലാവരുടെ പിറകിലും മനസ്സിലാക്കാനും നോക്കാനും പരിശോധിക്കാനും ഒക്കെ ആളുകളുണ്ട്. ഇവിടത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനകത്തേക്ക് വരെ അന്വേഷണം എത്തി വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആലപ്പുഴയിലുള്ള കോടിക്കണക്കിന് രൂപ പൈസ സ്വന്തമായി കയ്യിലുള്ള KC വേണുഗോപാല്, കരിമണൽ കർത്ത, പിണറായി വിജയന്റെ മകൾ വീണ, പിണറായി വിജയന്റെ മകൻ വിവേക്, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു തീവട്ടി കൊള്ള, അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വ്യക്തികളോടും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കരിമണൽ കർത്തയുടെ കൂടെയാണ്. അതിനവർക്ക് നോക്കുകൂലി മാത്രമല്ല കിട്ടിയിട്ടുള്ളത്, നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും നല്ല കരിമണലിനോടൊപ്പം വേറൊരു രാജ്യത്ത് നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് കരിമണൽ കൊച്ചി പോർട്ട് വഴി കരിമണൽ കർത്ത ഇറക്കുന്നില്ലേ എന്ന് എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കുക. ആ ഇറക്കുന്ന മണലിനെയും മിക്സ് ചെയ്തുകൊണ്ട് ലോക നിലവാരത്തിലേക്ക് കയറ്റുമതി ചെയ്തയക്കുമ്പോൾ ദുബായിൽ വെച്ചുകൊണ്ട് എന്തിനാണ് പിണറായി വിജയന്റെ കുടുംബവുമായിട്ട് സെറ്റിൽമെന്റ് ചർച്ച നടത്തുന്നത്? അതിനെന്തിനാണ് കരിമണൽ കർത്ത മുന്നോട്ട് പോകുന്നത്? ഇത് വെറും നമ്മൾ കാണുന്ന കണക്ക് പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വരി മാത്രമല്ല. കാരണം ഇത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കോടി രൂപ ആലപ്പുഴക്കാരെ കവർന്നെടുത്തതിന്റെ ചരിത്രമാണ്. എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടുത്തെ തൊഴിലാളികളുടെ കൂടെ നിൽക്കാത്തത് ഈ വിഷയത്തിൽ? ഇവിടെ തീരശോഷണമില്ലേ? ഇവിടെ വീടുകൾ നഷ്ടപ്പെട്ടില്ലേ? ഇവിടെ കരിമണൽ കർത്തയോട് പറയണ്ടേ? ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് നിർത്തിയല്ലോ ഞങ്ങള്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു KC വേണുഗോപാലിനും എതിരെ വരും, അല്ലെങ്കിൽ KC വേണുഗോപാലിനെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നടപടി ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറയുന്നത്, ഞാൻ ദേശീയ ഏജൻസിക്ക് ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ആ വിവരങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനകത്ത് രാജസ്ഥാനിൽ നിന്നുള്ള ചില പ്രമാണിമാരുണ്ടാകും. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു കേസ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൃശൂർ ജില്ലക്കാരനായിട്ടുള്ള കോട്ടോൾ തമ്പി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ കോട്ടോൾ തമ്പി എന്ന് പറയുന്ന ആള് റോബർട്ട് വദ്രയുടെ പാർട്ട്ണറായിരുന്നു. റോബർട്ട് വദ്ര എന്ന് പറയുന്ന ആള് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ആരുടെ കൂടെ നിന്നുകൊണ്ടാണ്? ശ്രീമാൻ KC വേണുഗോപാലിന്റെ കൂടെ നിന്നുകൊണ്ടാണ്. ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കയ്യിൽ രേഖയുള്ളത്, ബാക്കിയുള്ളത് എന്തായിരിക്കും? എന്താണ് അതിലേക്ക് എത്തുന്ന കൃത്യമായ ഒരു കണക്കുകൂട്ടൽ? എന്താണ്, എന്ത് രേഖകൾ, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ? തെളിവില്ലാതെ ഞാൻ കേരള രാഷ്ട്രീയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവാണ് ക്യാമറ കേസിൽ ഇടപെട്ടത് എന്ന് ഞാൻ പറഞ്ഞ കാര്യം സത്യമായല്ലോ. അപ്പൊ അതുപോലെ രേഖയില്ലാതെ സത്യസന്ധമല്ലാത്ത ഒരു കാര്യവും ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കില്ല, പൊതുജനങ്ങളുടെ മുന്നിൽ. കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണമുണ്ട്. അതായത് കെജ്രിവാളിന്റെ അറസ്റ്റ് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ കോൺഗ്രസും അതുപോലെ തന്നെ ആപ്പും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒത്തുചേർന്നതിന്റെ ഒരു ഭയമാണ് ഈ അറസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ആരോപണങ്ങൾ എന്ത് വേണമെങ്കിലും കോൺഗ്രസിന് പറയാമല്ലോ. കാരണം ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുകയും ഇവിടുത്തെ പട്ടാളക്കാരുടെ വിധവകൾക്ക് കൊടുക്കാനുള്ള ഫ്ളാറ്റ് കുംഭകോണം, ആദർശ് ഫ്ളാറ്റ് കുംഭകോണം വരെ നടത്തുകയും ഭൂമിയിലും ആകാശവും പാതാളവും ഒരുമിച്ച് തുറന്നെടുത്ത് കൽക്കരി കുംഭകോണവും അതുപോലെ തന്നെ അവിടെ ആകാശത്തൊരു കുംഭകോണവും 2G സ്പെക്ട്രവും എല്ലാം കൂടി നടത്തിയിട്ടുള്ള ആളുകളല്ലേ. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്കൊറ്റ പോയിന്റേ ഉള്ളൂ. ഒരു ഭാഗത്ത് നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു,
മറുഭാഗത്ത് ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇനിയും ഇതിനെ കവർന്നെടുക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കുന്നു. അങ്ങനെ കാപട്യത്തിലും കള്ളത്തരത്തിലും ഡോക്ടറേറ്റ് എടുത്ത ആളുകളെ, ചില ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഭരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അവർ അവരുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമല്ല എന്നുള്ള അല്ല, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നീക്കവും നടത്തേണ്ട കാര്യം ശ്രീമാൻ നരേന്ദ്രമോദിക്കില്ല. കാരണം ഞങ്ങൾ 400 കടക്കാൻ പോവുകയാണ്. അതിൽ കേരളത്തിൽ നിന്ന് കൂടി ആളുകൾ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നത്. ചേച്ചി, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ കലാമണ്ഡലം സത്യഭാമയുമായി ബന്ധപ്പെട്ട ആരോപണം. അതായത് ഈ പറഞ്ഞ രീതിയിൽ നിറത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ കലാകാരന്മാരെ വേർതിരിച്ചു കാണിക്കുന്നു, വലിയ അധിക്ഷേപിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ കാര്യങ്ങളെയൊക്കെ ഒരു സ്ത്രീ എന്ന നിലയിൽ? വളരെ മോശമായി പോയി എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഒന്ന്, RLV രാമകൃഷ്ണൻ എന്ന് പറയുന്നത് വളരെ സാത്വികനായിട്ടുള്ള ഒരു കലാകാരൻ തന്നെയാണ്. അദ്ദേഹം എത്ര ബുദ്ധിമുട്ടിയിട്ടാകും ആ താഴെത്തട്ടിലുള്ള സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു SC വിഭാഗത്തിൽ നിന്ന്, അതായത് വളരെ താഴ്ന്ന നിലവാരത്തിൽ, നമുക്കറിയാലോ കലാഭവൻ മണിയുടെ സഹോദരനാണ്. അപ്പോൾ കലാഭവൻ മണി അദ്ദേഹത്തിന് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാത്ത രാത്രികളെ കുറിച്ച്, ഒരിക്കൽ പോലും ഒരു പാലൊഴിച്ച് ചായ കുടിക്കാൻ ഗതിയില്ലാത്ത തൻ്റെ അനുഭവത്തെക്കുറിച്ച് കലാഭവൻ മണി തന്നെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. മാത്രവുമല്ല, എനിക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ അഭിപ്രായത്തോട് വലിയ പ്രതിഷേധമാണുള്ളത്. ഇവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നുമില്ല. കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് മനസ്സിനകത്താണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ആരും സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. ആരും പൗഡർ ഇടണ്ടല്ലോ, ആരും ബ്യൂട്ടി പാർലറിൽ പോകണ്ടല്ലോ, ആരും മുടി ഡൈ ചെയ്യണ്ടല്ലോ. അപ്പൊ നമ്മളുടേതായ സ്വസിതമായ ശൈലിയിൽ പോയാൽ പോരെ. അപ്പൊ ഇവിടുത്തെ വിഷയം എന്നുള്ളത് ഒന്ന് കലാകാരന്മാരെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അല്ല, അത് ചില ആളുകളുടെ വ്യക്തിത്വമാണ്. കാരണം അവർ പറഞ്ഞ കാര്യത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ അവർ ഉറച്ചു നിൽക്കുന്നു. മാധ്യമ സുഹൃത്തുക്കളോട് തന്നെ അവർ പറയുന്നു, എന്റെ വീട്ടിലേക്ക് നിങ്ങൾ കയറരുത് എന്ന് പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കല എന്തിനാണ്? മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാണ്. കലയിലൂടെ കുറേ നാളുകൾ കലാപരമായിട്ടുള്ള മൂല്യത്തിലൂടെ ഒരു വ്യക്തി കുറേ നാൾ മുന്നോട്ട് പോയാൽ അവർ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ആ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ എന്താ ഉണ്ടാകേണ്ടത്? അവർക്ക് വിനയമുണ്ടാകണം, അവർക്ക് കാരുണ്യമുണ്ടാകണം, അവർക്ക് തൻ്റെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും അത് അവരുടെ പ്രതികരണത്തിലൂടെ വേദനിക്കപ്പെട്ട ആളുകളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ മോഹിനിയാട്ടം പഠിക്കുന്ന ആളുകൾ എന്താ കറുത്ത കുട്ടികൾക്ക് ഡാൻസ് ചെയ്യാൻ എന്താ കുഴപ്പം? എന്താണ് കറുത്ത കുട്ടികൾ ഡാൻസ് ചെയ്യാൻ? കൃഷ്ണന്റെ നിറം കാർ വർണ്ണമല്ലേ? അപ്പൊ കാർ മേഘത്തിന്റെ നിറമുള്ള കൃഷ്ണനും അതുപോലെ തന്നെ സുന്ദരനും സുമുഖനുമായിട്ടുള്ള, കാരണം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം എന്ന് ജപിക്കുമ്പോൾ തന്നെ ആ നീല കളറുള്ള ഭഗവാനെയാണ് വിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. നിറത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. കുട്ടികൾ എല്ലാവരും പഠിക്കട്ടെ, കറുത്ത കുട്ടികളും വെളുത്ത കുട്ടികളും ഒക്കെ പഠിക്കട്ടെ. അവർ ജഡ്ജ് ചെയ്തത് പോലും, അതായത് പറഞ്ഞത് കറുത്ത നിറമുള്ള കുട്ടികൾ മത്സരങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ്. അവര് ഡാൻസ് പഠിച്ചോട്ടെ, പക്ഷെ അവര് മത്സരങ്ങളിലേക്ക് പോകേണ്ടതില്ല, ഞാൻ മത്സരത്തിൽ അവരെ അയക്കില്ല എന്നാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് പരസ്യമായി പറയാൻ. അല്ല, അങ്ങനെയുള്ള ഒരു ടീച്ചറുടെ അടുത്ത് കറുത്ത കുട്ടികളും വെളുത്ത കുട്ടികളും പഠിക്കാൻ പോണോ എന്നുള്ളതാണ് ആദ്യം തീരുമാനമെടുക്കേണ്ടത്. കാരണം കുട്ടികളിൽ വിവേചനമില്ലാതെ, കുട്ടികളിൽ സ്നേഹം അത് പ്രതിസ്ഫുരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ. അതാണ് തീരുമാനിക്കുന്നത്. എനിക്ക് പരാജയമല്ലേ ഒരു അധ്യാപിക എന്ന നിലയിൽ പോലും? അല്ല, ഞാൻ കൂടുതൽ ഒരു സ്ത്രീയാണ് അവര്. അപ്പൊ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ആ സ്ത്രീക്ക് എതിരായിട്ട് കൂടുതൽ സംസാരിക്കുക എന്നുള്ളത് എന്തായാലും എന്റെ അജണ്ടയിലില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തെറ്റുപറ്റിപ്പോയി. അപ്പൊ തെറ്റുപറ്റിപ്പോയി സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ മുഴുവൻ കുട്ടികളോടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഏത് വർണ്ണമാണെങ്കിലും, നിങ്ങൾ ഏത് വർഗമാണെങ്കിലും, നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും ശരി, നിങ്ങൾ കലാപരമായിട്ട് പഠിക്കുകയും കൂടുതൽ ആത്മവിശ്വാസത്തോടെ ഊർജ്ജസ്വലമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്ന ഒരു മണ്ഡലമാണ് നമ്മുടെ ഭാരതം എന്നുള്ളതാണ്. നിങ്ങൾ എത്രയും ഉയരത്തിൽ എത്തണം എന്നുള്ളതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.